കണ്ടീഷൻ എവിടെയാണോ ഈ എ അഡ്രസ്സിംഗ് രജിസ്റ്റർ പോയിന്റ് ചെയ്തിരിക്കുന്നത്, മെമ്മറിയുടെ എവിടെയായിട്ടാണോ, റാമിലെ എങ്ങോട്ടാണോ അവിടോട്ടായിരിക്കും ഈ ജമ്പ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജമ്പ് ഇവിടെ നമ്മൾ 0 ആയാൽ കൊടുത്തേക്കുന്നുണ്ട്. കാരണം കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിന്റെ അവിടെ അല്ലെ കമ്പ്യൂട്ടേഷൻ കോഡിന്റെ അവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻ നേരെ 50 ജമ്പ് ചെയ്തോളും. ഇനി നമുക്ക് ഇഫ് ഡി ഈസ് ഈക്വൽ ടു 0 ഗോ ടു 112, മെമ്മറിയുടെ 112 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഹാക്ക് കോഡ് എഴുതണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗോ ടു 112 ഇല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് @112 എടുക്കുക. @112 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 112 എന്ന് പറഞ്ഞ എയിലുണ്ട് അല്ലെ, റാം പോയിന്റ് ചെയ്യുന്നത് റാം ഓഫ് 112 അതിന്റെ മീനിങ്, റാം ഓഫ് എ. അപ്പം ഇതെന്താ ചെയ്യേണ്ടത്, ഡി രജിസ്റ്ററിന്റെ വാല്യൂ 0 ആണെങ്കിൽ, അപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞു ഈ കമ്പ്യൂട്ടേഷന്റെ കോഡ് എപ്പോഴും 0 കമ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡിയുടെ വാല്യൂ 0 കമ്പയർ ചെയ്യും. ജമ്പ് ഈക്വൽ ആണെങ്കിൽ, ജെ ഈക്വൽ ആണ് എങ്കിൽ എങ്ങോട്ടാ, റാം എവിടെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, റാം ഓഫ് 112 അഡ്രസ്സിംഗ് രജിസ്റ്റർ പോയിന്റ് ചെയ്തിരിക്കുന്നത്, അങ്ങോട്ട് അങ്ങ് ജമ്പ് ചെയ്യും. അപ്പൊ ഇഫ് ഡി ഈസ് ഈക്വൽ ടു 0 ഗോ ടു 112 എന്നുള്ളത് ആയി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇഫ് റാം ഓഫ് 12 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഗോ ടു 50 എന്നുള്ള കോഡ് എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം റാം ഓഫ് 12 എടുക്കണം. റാം ഓഫ് 12 എടുത്തിട്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ റാം ഓഫ് 12 എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എ രജിസ്റ്റർ അല്ലെങ്കിൽ @12 കൊടുത്തു. @12 എന്ന് പറഞ്ഞാൽ എ പോയിന്റ് ചെയ്യുന്നത് 12 ആണ്, അല്ലെങ്കിൽ എമ്മും പോയിന്റ് ചെയ്തത്, അല്ലെങ്കിൽ എം രജിസ്റ്ററും റാം ഓഫ് 12 പോയിന്റ് ചെയ്തത്. അപ്പൊ ആ എം പോയിന്റ് ചെയ്യുന്നുള്ള കണ്ടന്റ് എടുത്ത് ഞാൻ എങ്ങോട്ട് എടുത്തു, ഡിയിലോട്ട് എടുത്തു. അപ്പൊ ഡി ഇപ്പൊ എന്തായിരിക്കുന്നത്, റാം ഓഫ് 12 ഇരിക്കുന്നത്. ഡിയിൽ റാം ഓഫ് 12 കണ്ടന്റ് എടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് ഗോ ടു 50 പോകേണ്ടത്. അപ്പൊ ജമ്പ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് എ രജിസ്റ്ററിൽ ലേറ്റസ്റ്റ് ആയിട്ട്, ഇപ്പൊ എ രജിസ്റ്ററിനെ ഞാൻ എങ്ങോട്ട് എടുത്തു, @50 എടുത്തു. എങ്ങനെയാണെങ്കിൽ ഈ ഡിയുടെ വാല്യൂ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്ന, 0 അപ്പൊ ഗ്രേറ്റർ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെങ്കിൽ ജമ്പ് ഗ്രേറ്റർ ദാൻ. ഇതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ ഇഫ് ഈ ഡി രജിസ്റ്ററിലെ കണ്ടന്റ് ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ എങ്ങോട്ട് പോവുക എന്നുള്ള ഗോ ടു 50 പോവുകയാണെന്നാണ്. അപ്പൊ ഡി രജിസ്റ്ററിൽ എന്താ ഉണ്ടാവുക, റാം ഓഫ് 12 ആണ് ഉണ്ടാവുക. കാരണം നമ്മൾ അത് ആദ്യം ഡി രജിസ്റ്ററിൽ റാം ഓഫ് 12 ഇവിടെ പോയിന്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്, സെറ്റ് ഡി ടു A-1 ആക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഇതിന്റെ കോഡ് എങ്ങനെ എഴുതാം, ഹാക്കിൽ ഡി ഈസ് ഈക്വൽ ടു A-1 എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഡിനെ 19 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, @19 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, 19 എന്ന് പറഞ്ഞ വാല്യൂയിലോട്ട് പോയിന്റ് ചെയ്യിക്കണം. ഡാറ്റാ രജിസ്റ്ററിൽ 19 എന്ന് പറയുന്ന ഒരു വാല്യൂയിലോട്ട് പോയിന്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ @19 എന്ന് കൊടുക്കുക. അപ്പം എയിൽ ഇപ്പൊ 19 ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഡി ഈസ് ഈക്വൽ ടു എ എന്ന് നമ്മൾ കൊടുത്താൽ മതി. ഇനി നമുക്ക് റാം ഓഫ് 5034 മെമ്മറിയുടെ 5034 ലൊക്കേഷനിൽ D-1 എന്ന് പറയുന്ന വാല്യൂ ആക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, @5034 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയിൽ 5034 ഉണ്ട്, അല്ലെങ്കിൽ റാം ഓഫ് എ പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എം പോയിന്റ് ചെയ്തിരിക്കുന്നത് റാം ഓഫ് എയിലാണ്. ദാറ്റ് ഈസ് റാം ഓഫ് എ എന്ന് പറഞ്ഞാൽ 5034 എം പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആ എമ്മിന്റെ വാല്യൂ അല്ലെ, റാം ഓഫ് 5034 വാല്യൂ D-1 ആക്കണം. സോ നമ്മൾ ഡയറക്റ്റ് എം ഇസ് ഈക്വൽ ടു D-1 എന്ന് കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എം പോയിന്റ് ചെയ്യുന്നത് എപ്പോഴും റാം ഓഫ് എയിലാണ് എന്നുള്ള ആ ഒരു എന്ന് വെച്ചാൽ @50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എ ഇസ് ഈക്വൽ ടു 15 എന്നും അതിന്റെ മീനിങ്, അതേപോലെ എം ഇസ് ഈക്വൽ ടു റാം ഓഫ് എ എന്നും അതിന്റെ മീനിങ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയേക്കുന്നത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് വന്ന @5034 എന്ന് പറഞ്ഞ മീനിങ് എ ഇസ് ഈക്വൽ ടു 5034 എന്നും അതിന്റെ മീനിങ്, എം ഇസ് ഈക്വൽ ടു റാം ഓഫ് 5034 എന്നും ആ മീനിങ്. സോ എം പോയിന്റ് ചെയ്യുന്നത് റാം ഓഫ് 5034 സോ അവിടെ ഉള്ള വാല്യൂ നമുക്ക് എന്താക്കണം, D-1 ആക്കണം. സോ എം ഇസ് ഈക്വൽ ടു D-1 നമ്മൾ എഴുതി. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സം ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹാക്ക് എഴുതണം. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ഈ സം എന്ന് പറയുന്ന വേരിയബിളിന് മെമ്മറിയിലോട്ട് പോയിന്റ് ചെയ്യണം അല്ലെ, ഈ ലേബൽ ക്രിയേറ്റ് ചെയ്യണം. സോ @sum കൊടുത്തു. @sum എന്ന് പറയുമ്പോൾ ഇപ്പൊ റാം സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ സമ്മിന്റെ അഡ്രസ് ഇപ്പോൾ എയിലുണ്ട് എന്നുള്ള മീനിങ്, അല്ലെങ്കിൽ എം പോയിന്റ് ചെയ്യുന്നത് ഇപ്പൊ സമ്മിലാണെന്നാണ് അതിന്റെ മീനിങ്. സോ നമ്മൾ എം ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. കാരണം എം എവിടെ പോയിന്റ് ചെയ്യുന്നത്, സമ്മിലാണ്.
ഇനി Q ഈസ് ഈക്വൽ ടു സം പ്ലസ് 12 മൈനസ് ജെ എന്ന് കൊടുക്കണം. അപ്പം നമ്മൾ അറ്റ് ദ റേറ്റ് സം കൊടുത്തു. അപ്പം അറ്റ് ദ റേറ്റ് സം കൊടുക്കുമ്പോൾ എമ്മിൽ ഇപ്പം എന്ത് കിട്ടി? സം കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? ആ ഡി രജിസ്റ്ററിലോട്ട് ആ എം എടുത്തു വെച്ചു. എന്തുകൊണ്ടാണ്? നമുക്ക് കുറെ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാനുണ്ട്. സം പ്ലസ് 12 നമുക്ക് ആകെ ഒരു ഡിയും ഒരു എമ്മും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പം അത് ഈ ഉള്ളത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യണം. സോ ഡിയിൽ ഇപ്പം എം വന്നു. ഇനി ഞാൻ അറ്റ് ദ റേറ്റ് 12 എടുത്തു. അപ്പോൾ ഇപ്പം എയിൽ 12 ഉണ്ട്. അപ്പോൾ ഡിയിൽ എമ്മും ഉണ്ട്, എയിൽ 12 ഉണ്ട്. സോ ഡി ഇസ് ഇക്വൽ ടു ഡി പ്ലസ് എ ചെയ്തു. സോ ഡി ഇസ് ഇക്വൽ ടു ഡി പ്ലസ് എ എന്ന് പറയുമ്പോൾ ഇപ്പം എന്ത് കിട്ടി? സം പ്ലസ് 12 ആയി. ഓക്കെ, ഡിയിൽ സം ഉണ്ട്, അതിൻ്റെ കൂടെ എയും കൂടി ആഡ് ചെയ്തു, സം പ്ലസ് 12 ഉണ്ട്. ഇനി അറ്റ് ദ റേറ്റ് ജെ എന്ന് പറയുമ്പോൾ ഇപ്പം എം പോയിന്റ് ചെയ്യുന്നത് എവിടെയാണ്? ജെയിലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? സം പ്ലസ് 12 ഇപ്പം എവിടെ ഉണ്ട്? ഡിയിലുണ്ട്. ആ ഡിയിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? എം മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ആ റിസൾട്ട് ഇപ്പോൾ ഡിയിലുണ്ട്. ഓക്കെ, ഇനി നമുക്കത് ക്യൂവിലോട്ട് സ്റ്റോർ ചെയ്യണം. സോ നമ്മൾ അറ്റ് ദ റേറ്റ് ക്യൂ എടുത്തു. അപ്പോൾ ഇപ്പം എവിടെയുണ്ട്? എമ്മിൽ ക്യൂ ഉണ്ട്. എമ്മിൽ ക്യൂ ഉണ്ടെന്നല്ല എൻ്റെ മീനിങ്. എമ്മിലും എന്തുണ്ട്? ക്യൂ ഉണ്ട്. സോ ആ എമ്മിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ മെമ്മറി ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്തു? ഡിയിൽ നമ്മളുടെ റിസൾട്ട് ഉണ്ട്, സം പ്ലസ് 12 മൈനസ് ജെ ഉണ്ട്. അത് നമ്മൾ എങ്ങോട്ടിട്ടു? എമ്മിലോട്ട് ഇട്ടു. ഡിയിൽ എന്തുണ്ട്? സം പ്ലസ് 12 മൈനസ് ജെ ഉണ്ട്. അത് നമ്മൾ എങ്ങോട്ടിട്ടു? എമ്മിലോട്ടിട്ട്. ഒരു മെമ്മറി ലൊക്കേഷൻ. എം എവിടെ പോയിന്റ് ചെയ്യുന്നത്? ക്യൂവിലാണ്. ഓക്കെ, അതേപോലെ അറേ ഓഫ് 3 ഇസ് ഈക്വൽ ടു -1 എന്നാക്കണം. അപ്പോൾ ആദ്യം അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമ്മൾ എടുക്കണം. അപ്പോൾ അറ്റ് ദ റേറ്റ് അറേ എടുത്തു. അപ്പം ആ എ കിട്ടി. എയിൽ ഉണ്ട്. അത് അറേ ഓഫ് 3 എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിയിലോട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എയിൽ നിന്ന് എടുത്തു വെച്ചിട്ട് അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യേണ്ടു. 3 എങ്ങനെ ആഡ് ചെയ്തു? ഡിയിലോട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ അറ്റ് ദ റേറ്റ് 3 എടുക്കുമ്പോൾ എയിൽ 3 വന്നു. ആ 3 ഡിയിലുള്ള കണ്ടന്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് എയിലോട്ട് വെച്ചു. സോ ഇപ്പം അത് പോയിന്റ് ചെയ്യുന്നത് അറേ ഓഫ് 3 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ടാണ്. ബേസ് അഡ്രസ്സിന്റെ കൂടെ 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് അറേ ഓഫ് 3 ലൊക്കേഷൻ കിട്ടുമല്ലോ. അപ്പോൾ ആ ലൊക്കേഷനിലോട്ട്, ആ ലൊക്കേഷൻ എ സംതിങ് ഉണ്ടാന്ന് പറഞ്ഞാൽ എം അതിനകത്തുണ്ട് എന്നുള്ള മീനിങ് ആണല്ലോ. സോ എം ആ ഡയറക്റ്റ് ആയിട്ട് ആ മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട് എം ഇസ് ഈക്വൽ ടു എന്ത് കൊടുത്തു? -1 കൊടുത്തു. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് അല്ലാതെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഗോ ടു എൻഡ്. എൻഡ് എന്ന് പറഞ്ഞ ലേബലിലോട്ട് പോകണം. അപ്പോൾ ആദ്യം നമുക്ക് സം ക്രിയേറ്റ് ചെയ്യണം. സോ അറ്റ് ദ റേറ്റ് സം എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ സം എന്ന് പറയുന്നത് ഇപ്പൊ എമ്മിലോട്ട് പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുക. ഡിയിലോട്ട് ആ സം വേരിയബിൾ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സം ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻഡ് എന്ന് പറയുന്ന ആ അഡ്രസ്സിലോട്ട് പോകണം. അപ്പം നമ്മൾ ആദ്യം അറ്റ് ദ റേറ്റ് എൻഡ് കൊടുക്കുമ്പോൾ നമ്മുടെ അഡ്രസ് രജിസ്റ്റർ എങ്ങോട്ട് പോയിന്റഡ് ആവും? എൻഡിലോട്ട് പോയിന്റഡ് ആവും. എന്നിട്ട് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ ഇതിനകത്ത് എഴുതിയാൽ മതി. കണ്ടീഷണൽ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കണ്ടീഷൻ രജിസ്റ്റർ ആയിട്ട് നമുക്ക് എന്ത് വേണേലും കൊടുക്കാം. ഇവിടെ ഡി ആ കൊടുത്തേക്കുന്നത്. ഇതിലുള്ള കണ്ടന്റ് കമ്പ്യൂട്ടേഷൻ റിസൾട്ട് ഇവിടെ കിട്ടിയത് ഡിയും 0യും ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഡിയും 0 ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യണം? ഗ്രേറ്റർ ആണോ എന്ന് കമ്പയർ ചെയ്യണം. ഇഫ് ഡി ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് കമ്പയർ ചെയ്യണം. ഡിയിൽ എന്തുണ്ട്? സം ഉണ്ട്. സോ സം ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് കമ്പയർ ചെയ്യും. ആണെങ്കിൽ എങ്ങോട്ട് ജമ്പ് ചെയ്യും? ഈ എൻഡിലോട്ട് ജമ്പ് ചെയ്യും. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. നമുക്ക് ഏതൊക്കെയുണ്ട്? ഇനി ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പം ഇഫ് നോക്കണം, അതേപോലെ തന്നെ ഒരു വൈൽ ലൂപ്പ് വന്നാൽ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കണം.